ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസ് കളിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ. ഗായ്സ്, വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോഴേക്കും എന്തായാലും മഴയായി. അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ ഉള്ളിൽ ചെന്ന് നിന്നിട്ട് പറയാം കാര്യങ്ങൾ. കയറി ഗായ്സ്, അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു ഫർണേസിൻ്റെ ഒരു ഫാം ഉണ്ടാക്കാനാണ്. മെൽറ്റിങ്ങിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് വലിപ്പമൊക്കെ ഉള്ള ഒരു ഫാം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഗായ്സ്, ഞാൻ ഈ സാധനം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിളിനൊക്കെ പകരം ഇങ്ങനെ ഓരോ റെഡ് സ്റ്റോൺ വർക്കിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ വെച്ചേക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾ മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിളും സാധനങ്ങളൊക്കെ ഈ ബ്ലോക്സിൻ്റെ കട്ടയിൽ വെച്ചിട്ടുണ്ട്. എല്ലാതും സെറ്റ് ആയിട്ടുണ്ട്. മഴ മാറിയോ നോക്കാട്ടോ ഗൈസ്. മഴ മാറി തോന്നുന്നു. മഴ മാറി ഗൈസ്, മഴ മാറി. നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. യെസ് ഗൈസ്, അപ്പം നമുക്കിന്നൊരു സംഭവം കൂടി ചെയ്യണം ഗൈസ്. നമുക്ക് ഒരു പട്ടീനെ പിടിക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമതാണ് നമ്മുടെ ആ ഫർണേസിൻ്റെ കാര്യം. അപ്പം നമ്മുടെ കയ്യിൽ ബോൺ മീൽ ഉണ്ടോ നോക്കാട്ടോ പോയിട്ട്. ഉണ്ടാവും ഗൈസ്, നമ്മൾ സ്കെൽട്ടൻ്റെ ഫാമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അതിൽ ഉണ്ടാവും. യെസ് ഗൈസ്, ബോൺ മീലൊക്കെ ഉണ്ട്. ബോൺ മീലല്ല, ബോൺ അതിലുണ്ട്. നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാം. വെള്ളത്തിൽ പോകേണ്ടി വരും എന്തായാലും. അറിഞ്ഞിട്ടുണ്ട് ഗൈസ്, ആ മലയുടെ മുകളിലേക്ക് പോകണം കേട്ടോ. ഗൈസ്, മലയുടെ അവിടെ എത്താറായിട്ടുണ്ട്. മലയുടെ മുകളിലേക്ക് കയറാം നമുക്ക്. കയറ് ഹുയ് 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 ഹുയ്. ഗൈസ്, എന്തായാലും ബോട്ടിട്ട് നന്നായി. അവിടെ പുഴ ഉണ്ട്. ഗൈസ്, ഇവിടെ ലാവയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ അധികം വന്നിട്ടില്ല എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതായത് നമുക്ക് പോവാം ബോട്ടെടുത്ത്. ഗൈസ്, അവിടെ ഒരു പന്നിക്കുട്ടി നിൽക്കുന്നുണ്ടല്ലോ. പന്നിക്കുട്ടീനെ ബോട്ടിലാക്കാൻ പറ്റുമോ നോക്കി നോക്കട്ടെ ഗൈസ്. ബോട്ടിൽ കയറാ. പന്നീനെ നമ്മൾ ബോട്ടിൽ കയറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് തുഴഞ്ഞ് പോവാം. നീങ്ങടാ, നമുക്ക് ഇവിടെ നിന്ന് തുഴഞ്ഞ് പോവാം ഗൈസ്. പന്നീനെ വെച്ച് പോവാം ഗൈസ്. നമുക്ക് വണ്ടി എടുത്ത് പോവാം ഗൈസ്. നമ്മുടെ സൈഡിൽ പന്നിക്കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സൈഡിൽ ഇരിക്കുന്നുണ്ട് അവൻ. കണ്ട ഗൈസ്, നോക്കിയിടുന്നുണ്ട് ഗൈസ്. ഗൈസ്, ഏതാ സാധനം? എന്തായാലും പോവാം. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. വോൾഫ്. സത്യം പറഞ്ഞാൽ അത് ഡോഗല്ല ഗൈസ്, വോൾഫാണ്. തപ്പി നോക്കാം. എന്തായാലും കിട്ടാതിരിക്കില്ല ഗൈസ്. ഇപ്പം ഞാനൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവുമോയെന്നറിയില്ല. നമുക്കൊന്ന് ഇറങ്ങി തപ്പി നോക്കാം. കിട്ടിയ ഭാഗ്യം. വണ്ടി നമുക്കവിടെ വയ്ക്കാം. പന്നിക്കുട്ടുണ്ട് ഗൈസ് നമ്മുടെ ഒപ്പം. അവൻ നമ്മുടെ ബോട്ടിൽ നിന്ന് പോയിട്ടൊന്നുമില്ല ഗൈസ്. അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്തായാലും പോവാം. ഗോയ്സ്, ലക്ക്. ഇവിടെ ഇറങ്ങിയത് എന്തായാലും നന്നായി ഗൈസ്. വേഗം അവനെ പോയിട്ട് എയിം ചെയ്യാം. പട്ടിക്കുട്ടി അല്ല, വോൾഫ് കുട്ടി. ടീമാവ് ഗൈസ്. നമ്മളിവനെ കെട്ടിയിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അവൻ നമ്മുടെ ഒപ്പം നടക്കട്ടെ. ഇവ നമ്മൾ ആരെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ അവനെ കൊല്ലാൻ സഹായിക്കും, നമ്മുടെ ബോഡി ഗാർഡായിട്ട്. എന്തായാലും സെറ്റാണ്. എനിക്ക് വിഷമമുണ്ട്, എന്നാലും നമ്മുടെ പന്നിക്കുട്ടീനെ കൊല്ലാം. ഞാൻ കണ്ണടച്ചിട്ടാണ് ഗൈസ് കൊല്ലണത്. കാണാൻ വയ്യ, പാവം പന്നി. എന്തായാലും ഇനി വണ്ടി എടുക്കാം. ഇരിക്കി വണ്ടി എടുക്കാം ഗൈസ്. പോവാം, തിരിച്ചു പോവാം. ഓഹോയ് ഗൈസ്, ഇനിയാണ് നമ്മുടെ ഫാം പണി. നമ്മൾ ഫാം പണി തുടങ്ങാൻ പോണത് കേട്ടോ. ഗൈസ്, നമ്മൾ സ്ഥലം എത്താറായി തോന്നുന്നു. യെസ്, നമ്മൾ സ്ഥലം എത്തി ഗൈസ്. വേഗം പോട്ടെ. ഇനി നമുക്ക് ഫാം പണി തുടങ്ങാം. ഫാം എന്ന് പറയാൻ പറ്റില്ല, ഒരു മെൽറ്റിങ് പോലത്തെ പരിപാടി. പൊട്ടിക്കാം. ഗൈസ്, നമുക്കിനി പോവാം. ബോട്ട് എടുക്കാം കേട്ടോ ഗൈസ്. പട്ടി വരില്ലേ? വരും. ഇതോടെ വരാത്ത. വന്നു ഗൈസ്. നമുക്ക് പോവാം. നീ പിന്നാലെ വരുന്നുണ്ടാവും പട്ടി. നമ്മുടെ വീടെത്താറായി ഗൈസ്. ഇതാ പട്ടി വരുന്നുണ്ട് നമ്മുടെ ഒപ്പം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ആരെങ്കിലും നമുക്കൊന്ന് അടിച്ചു നോക്കാം, നമ്മുടെ പട്ടിക്കുട്ടി അവർ അടിക്കുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതാ നിൽക്കണം ഗൈസ്, ഒരു ട്രേഡർ. വേണം നമുക്ക് അടിച്ചു നോക്കാം. നമ്മുടെ പട്ടിക്കുട്ടി അടിക്കും എന്തായാലും ഗൈസ്, ഉറപ്പാണ്.
നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അടിക്കടാവനെ, അടിക്കടാ, കടിച്ചു മാന്തിക്കോ. ട്രേഡർ ഓടാണ്. തീർത്തിട്ടോ. ഞാനും കൂടി സഹായിക്കാം. തീർത്തോ. യെസ്, കൊല്ലടാ. യെസ് ഗൈസ്, ചത്തിട്ടുണ്ട്. അപ്പോൾ അവൻ കൊന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ, അതന്നെ ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ മെയിൻ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ട് ഫർണേസ് ഉണ്ടാക്കാനായിട്ട്. ഗൈസ്, നമുക്ക് കോബിൾ സ്റ്റോൺ പൊട്ടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. നോക്കി നോക്കട്ടെ ഗൈസ്. ഉണ്ട്. നമുക്ക് ഒരു 9 കോബിൾ സ്റ്റോൺ അല്ല, 9 ഫർണേസ് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് എടുക്കാം. 9 കിട്ടുമോയെന്ന് അറിയില്ല, കിട്ടാത്ത സാധ്യതയില്ല. അത് നോക്കാം ഗൈസ്. ഇല്ല ഗൈസ്, 6 നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഫർണാസ് എൻ്റെ പെട്ടിയിലുണ്ട്, അതൊന്ന് പോയി എടുത്തോക്കട്ടെ. അതിലുണ്ട്, നമുക്ക് നോക്കി നോക്കാം. യെസ് ഗൈസ്, 4 ടോട്ടൽ 10 നമുക്ക് 9 ആവശ്യമുള്ളൂ. നമുക്ക് പിന്നെ കുറച്ച് ഹോപ്പറിൻ്റെ ആവശ്യമുണ്ട്, എടുക്കാം. പിന്നെ ആവശ്യം നമുക്ക് റെയിലാണ്. റെയിൽ പോയി നോക്കി നോക്കട്ടെ. റെയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയില്ല കേട്ടോ ഗൈസ്ക്ക്, നോക്കി നോക്കണം, മറന്നുപോയി. റെയിലിൽ നിന്ന് അടിക്കാം. 2 ടൈപ്പ് റെയിലും വേണം. ഇതിന് അയണും സ്റ്റിക്കാണ്. ഇത് ഗോൾഡും. ഇത് നമ്മുടെ കയ്യിൽ ഇത് കുറേ ഉണ്ട് ഗൈസ്, നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ. കയറിക്കോ. ഗോൾഡ് എടുക്കാം, നമുക്ക് റെഡ് സ്റ്റോൺ എടുക്കാം. സ്റ്റിക്കും വേണം ഗൈസ്. സ്റ്റിക്ക് കൊടുത്തിട്ട് സെറ്റായി. നമുക്ക് ഉണ്ടാക്കാം. 6 കിട്ടും നമുക്ക്, അത് മതി തൽക്കാലത്തേക്ക്. നമുക്ക് കുറച്ച് അയൺ പൊട്ടിക്കണം. നമുക്കെന്തായാലും കേവിക്ക് പോകേണ്ടി വരും. അയൺ എൻ്റെ കയ്യിൽ താൽക്കാലികമായി ഇല്ല. നമുക്ക് കേവിക്ക് പോവാം. പട്ടിക്കുട്ടീനെ കൊണ്ടുപോകണോ ഗൈസ്? പട്ടിക്കുട്ടീനെ കൊണ്ടുപോകണ്ട. പട്ടിക്കുട്ടി ചിലപ്പോൾ സോംബികളുടെ അടി കണ്ട് ചാവും. ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് തിരിച്ചു വന്നിട്ട് അവനെ എണീപ്പിക്കാം. ഇറങ്ങട്ടെ. പോ. കുറച്ച് അയണായിട്ട് കാണാം. കാശ് നമ്മളങ്ങനെ ഒരു 24 അയൺ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം നമുക്കുള്ളൂ. പട്ടിക്കുട്ടി എണീച്ചോ. പട്ടിക്കുട്ടീനെ എണീപ്പിക്കാം. ഓക്കെ, നമുക്കിത് വെച്ചിട്ട് റെയിലുണ്ടാക്കാം. നമ്മളത് ഫർണേസിൽ വെച്ചിട്ട് അയണാക്കുന്നുണ്ട്. നമ്മുടെ ഓൾറെഡി ഇത്ര കിട്ടി, കുറച്ചും കൂടി ആവുള്ളൂ. ഇത്രയൊക്കെ മതി ഗൈസ് നമുക്ക്. ഇനി നമുക്ക് റെയിലുണ്ടാക്കാം. റെയിലുണ്ടാക്കാം ഗൈസ്. ഓക്കെ, സെറ്റ്. ഇത്രയൊക്കെ മതിയാവും. നമുക്കെന്തായാലും നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഒരു കാര്യം മറന്നുപോയി. നമുക്കൊരു മൈൻ കാർട്ട് വേണം കേട്ടോ. ഹോപ്പർ വിത്ത് മൈൻ കാർട്ട്. നമുക്ക് ഹോപ്പർ ആവശ്യമുണ്ട്. മൈൻ കാർട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്, ഉണ്ടാക്കാം. ഹോപ്പർ നമ്മൾ എടുത്തോ? പെട്ടിയിലല്ലേ ഗൈസ്? രാത്രി ഒന്ന് കിടന്നുറങ്ങാം. ഹോപ്പർ എടുത്തോന്നൊന്ന് നോക്കണം കേട്ടോ. ഹോപ്പർ എടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പേടിച്ചു. നോക്കി നോക്കട്ടെ ഗൈസ്. ഹോപ്പർ എടുത്തിട്ടുണ്ട്. വെറുതെ വന്ന് പെട്ടി തുറന്ന് നോക്കി. എന്നാലും നമുക്ക് താത്തിക്ക് പോവാം. മൈൻ കാർട്ട് ഉണ്ടാക്കാം ഗൈസ്. മൈൻ കാർട്ടല്ല, ഹോപ്പർ വിത്ത് മൈൻ കാർട്ട് ഉണ്ടാക്കാം. 2. ഓക്കെ, നമുക്ക് ഇനി എന്തെങ്കിലും പണി സ്റ്റാർട്ട് ചെയ്യാം. ഈ അയണും കൂടി എടുത്തേക്കാം ഗൈസ്. ഓക്കെ, സെറ്റ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. ക്രീപ്പർ. അയ്യോ, അവൻ അമ്പിട്ടാൽ ശരിയാവില്ല ഗൈസ്. നമ്മുടെ പട്ടി അവനെ പോയി അടിക്കും. പട്ടി തിരിക്കും. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കൊണ്ടുവന്ന പട്ടിയാണ്. അവനെ അവിടെ ഇരുത്തിയിട്ട് നമുക്ക് കൊല്ലാം ഗൈസ് അവനെ. അമ്പിൽ ഇതുമില്ല, തീർക്കാം നമുക്ക്. അടിക്ക്. ചത്ത് ഗൈസ്. 3 അടിയിൽ തീർത്തു. ഇനി നീ എണിച്ചോടാ. നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എവിടെ പണിയും ഗൈസ്? നമുക്ക് ഇവിടെ പണിയാം. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ പണിയാം. ഫർണീസ് വയ്ക്കാം. അങ്ങനെ വേണ്ട, ആദ്യം ചെസ്റ്റ് വയ്ക്കാം. 2 ചെസ്റ്റ് വയ്ക്കുക. ഹൈക്ക് ഹോപ്പർ കണക്ട് ചെയ്തുകൊണ്ട് വെക്കണം കേട്ടോ ഗൈസ്. 9. 1 2 3 4 5 6 7 8 9. ഓക്കെ,
ഇനി അതുപോലെ തന്നെ 9 നമ്മുടെ ഫർണൈസും വെക്കണം. 1 2 9 1 2 9 1 2 8 9. ഓക്കെ ഗൈസ്, നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചു സെറ്റായി. കുറച്ച് സ്റ്റോൺ എടുക്കുക. മുകളിലത്തേൻ്റെ അവിടെ 3 എണ്ണം വയ്ക്കുക. 1 2 3. ഓക്കെ, അടിയിൽ 2 എണ്ണം വയ്ക്കുക. അങ്ങനെ 2 സൈഡും ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്ക് ആദ്യം 2 എണ്ണം വയ്ക്കാം. ഇവിടെ 9 9 3 വയ്ക്കാം. ഓക്കെ ഗൈസ്, സെറ്റായി. ഇനി നമുക്ക് റെയിലിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. റെയിൽ വെച്ച് തുടങ്ങാം. പവേർഡ് റെയില് വേണം നമുക്ക്, സാധാ റെയിലും വേണം. അത് നമുക്ക് സാധാ റെയിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക. 2 പവേർഡ് റെയിലും വയ്ക്കുക. കോബിൾ സ്റ്റോ എടുക്കുക. കോബിൾ സ്റ്റോ ആവശ്യമുണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ തന്നെ എടുത്തത്. ഒരെണ്ണം അതിങ്ങനെ കണക്ട് ചെയ്യുക. പിന്നെ അങ്ങനെ കണക്ട് ചെയ്ത് പോവുക ഗൈസ്. പിന്നെ അതിൻ്റെ മുകളിലത്തെ വശം പൊട്ടിക്കണം. ഇത് പൊട്ടിക്കുക. അവിടെ കോബിൾ സ്റ്റോ വയ്ക്കുക. ഇവിടെ ഒരെണ്ണം വയ്ക്കുക. സെറ്റ്. ഇതേപോലെ തന്നെ ആ അറ്റം വരെ പോവാം. നമുക്ക് വെച്ച് പോവാം. ഓക്കെ, പിന്നെ പവർ ഡ്രൈയിൽ വെക്കാം. ഇവിടെ 2 എണ്ണം ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാം. അവിടെ നിന്ന് കണക്ട് ചെയ്യാം. ഈ വീണ്ടും പവർ ഡ്രൈയിൽ 2 എണ്ണം. ഇവിടെ 2 പവർ ഡ്രൈയിൽ. അവിടെ 2 എണ്ണം വേണ്ട ഗൈസ്, ഒരെണ്ണം വേണ്ടി തെറ്റിപ്പോയി. അവിടെ കോബിൾ സ്റ്റോൺ വയ്ക്കുക. പിന്നെ അത് പൊട്ടിക്കുക. നമുക്കവിടെ സ്റ്റോൺ വെക്കാം കേട്ടോ ഗൈസ്. അവിടെ സ്റ്റോൺ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റെഡ് സ്റ്റോൺ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ പവർ ഓൺ ആവും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇവിടെ 2 മൈൻ കാർട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി നമുക്ക് നമ്മുടെ പരിപാടികൾ ചെയ്യാം. അയണൊക്കെ കെടുത്താൻ പറ്റും നമുക്ക്. പിന്നെ ഞാനവിടെ ഒരു ലിവർ വെച്ചിട്ടുണ്ട്. അത് ഓണായി കഴിഞ്ഞാൽ ഇത് രണ്ടും പവറിൽ പോകും. പിന്നെ നമുക്ക് ഇവിടെയും കൂടി ഒരു ലിവർ വെക്കണം ഗൈസ്. അതിനുള്ള ലിവർ എൻ്റെ കയ്യിലില്ല, അത് ഞാൻ എടുത്തിട്ട് വരാം. സെറ്റ് ഗൈസ്, നമ്മളൊരു ലിവർ എടുത്തിട്ടുണ്ട്. അതതിൻ്റെ ടോപ്പിലായിട്ട് ഫിറ്റ് ചെയ്യണം. ജസ്റ്റ് അവിടെ ഫിറ്റ് ചെയ്യുക. നമുക്കത് അടയ്ക്കാം. ഓക്കെ, നമ്മൾ പവർ ഓണായിട്ട് കാണാനില്ല. പക്ഷേ നമുക്ക് എല്ലാ പരിപാടിയും ചെയ്യാം. ഈ ടോപ്പത്തേൽ നമുക്ക് അയണാണ് കേട്ടോ നിറയ്ക്കേണ്ടത്. കോള് നിറച്ചാൽ നമ്മുടെ തെറ്റും. നമ്മൾ അയൺ തന്നെ നിറയ്ക്കണം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തേൽ പോയിട്ട് നമുക്ക് കോള് നിറയ്ക്കാം. എന്നിട്ട് ആ ലിവറൊന്ന് തുറന്ന് ഇടുക ഗൈസ്. ആ ലിവറൊന്ന് ഓപ്പൺ ആക്കുക. പൊക്കോളും. ഉണ്ടോ ഗൈസ്, സെറ്റായി വർക്കാവുന്നുണ്ട്. ഇതാ കുറച്ച് നേരം ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോഴേക്കും ഇത് എത്തിക്കോളും. അത് കഴിഞ്ഞ് നമുക്ക് ഓഫാക്കാം. ഇനി 2ലും ഫുള്ള് തീർന്നോ നോക്കാം ഗൈസ്. യെസ് ഗൈസ്, ഇതിൽ തീർന്നുണ്ട്. ഇനി അടുത്തേൽ നോക്കാം. ഇതിലും കൂടി നോക്കാം. യെസ് ഗൈസ്, ഇതിലും തീർന്നുണ്ട്. ഇനി സീനൊന്നുമില്ല. പെട്ടിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പെട്ടെന്ന് നിറയുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്കിത് കവറിങ്ങും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ലുക്കാവും. നമുക്ക് കോബിൾ സ്റ്റോണൊക്കെ വേണമെങ്കിൽ വെച്ചിട്ട് കവർ ചെയ്യാം. ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാം. നമുക്കതിന് വേണ്ടി കുറച്ച് കോബിൾ സ്റ്റോൺ പൊട്ടിക്കാം. എന്തായാലും ഇത്ര ആയതല്ലേ, നമുക്കത് ഡിസൈനും കൂടി ചെയ്തിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊണ്ടുപോയി അവിടെ സെറ്റ് ചെയ്യാം ഗൈസ്. ഇത് പണി ഇത്തിരി നേരം പിടിക്കും. നമുക്കൊരു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് പട്ടിക്കുട്ടീനോട് ഇരുത്തട്ടെ കേട്ടോ ഗൈസ്. നമ്മുടെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ലുക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.